നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് കുവൈറ്റിലെ NBTC കമ്പനി മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം. അപകടം കമ്പനിയുടെ വീഴ്ചയല്ലെങ്കിലും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ലെന്ന് KG എബ്രഹാം പറഞ്ഞു. മരിച്ചവരുടെ വീടുകളിൽ പോയി ബന്ധുക്കളെ ആശ്വസിപ്പിക്കും. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിനിടെ KG എബ്രഹാം വികാരാധീനനായി. ദുരന്തം മാനസികമായി തളർത്തിയെന്ന് NBTC കമ്പനി മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം. കമ്പനിയിലെ എല്ലാവരും കുടുംബാംഗങ്ങളെപ്പോലെയാണ്. അവരെ ചേർത്ത് നിർത്തുമെന്നും കണ്ണീരോടെ KG എബ്രഹാം പറഞ്ഞു. We want our people to be our family and we used to take care of them like a family. When we lost our family members of 49, 50 people, I couldn't bear it. They were all my brothers, children. അപകടത്തിൽപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം നൽകും. മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ വീതം 4 ദിവസത്തിനുള്ളിൽ നൽകുമെന്നും KG എബ്രഹാം. എത്രയും പെട്ടെന്ന് അത് റിലീസ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി മക്കൾ രണ്ടുപേരും ഈ ഇന്ത്യയിലുള്ള ഞങ്ങളുടെ നിന്ന് അകന്നുപോയ അവരുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ പോയിട്ട് അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേറ്റാസ് എടുക്കും. അവരുടെ ഭാര്യ, മക്കളെ, പിന്നെ അപ്പന്, അമ്മ, അവരുടെ അതിൻ്റെ വേണ്ടിയ കാര്യങ്ങൾ, അതിൻ്റെ അക്കൗണ്ട്സ് ഡീറ്റെയിൽ അതെല്ലാം എടുത്തിട്ട് അത് കറക്റ്റായിട്ട് നമുക്ക് നാളെ കോംപ്ലിക്കേഷൻ ഉണ്ടാകാത്ത രീതിയിൽ നമ്മളത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നമ്മൾ റിലീസ് ചെയ്യുക പൈസ. ഇൻഷുറൻസ് തുകയായി 4 വർഷത്തെ ശമ്പളവും കുടുംബങ്ങൾക്ക് ലഭിക്കും. ആശ്രിതർക്ക് ജോലി നൽകുമെന്നും കമ്പനി അറിയിച്ചു. അപകടത്തിന് പിന്നാലെ ഇന്ത്യൻ എംബസിയും കേന്ദ്ര സർക്കാരും കൃത്യമായ ഇടപെടലുകൾ നടത്തി. കേരള സർക്കാരിന്റെ ഇടപെടലുകളും ആശ്വാസകരമായെന്ന് KG എബ്രഹാം. കുവൈറ്റ് ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യൻ എംബസി, നമ്മുടെ കേരള ഗവൺമെൻറ്, എക്സ്പെഷ്യലി ചീഫ് മിനിസ്റ്റർ എല്ലാം ഇത് ചെയ്തിട്ട് നമ്മുടെ മിനിസ്റ്റേഴ്സ് എല്ലാം എയർപോർട്ടിലുണ്ടായിരുന്നു. അതൊരു വലിയ റിയലി വെരി അപ്രീഷിയേറ്റബിൾ ആണ്. ഷോർട്ട് സർക്യൂട്ടാണ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിന് കാരണമായതെന്ന് KG എബ്രഹാം പറഞ്ഞു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 24 കൊച്ചി. കുവൈറ്റ് തീപിടുത്തത്തിൽ പരിക്കേറ്റ ജീവനക്കാർ മാധ്യമപ്രവർത്തകരുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയവരാണ് അനുഭവങ്ങൾ വിവരിച്ചത്. ബാൽക്കണിയിൽ നിൽക്കാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ബാൽക്കണിയിലോട്ട് നമ്മൾ ഷിഫ്റ്റാണ് ചെയ്തത്. ചാടിയിട്ടും കേബിളിൻ്റെ വയർ ഒട്ടിച്ചിട്ടുമാണ് നമ്മൾ ഷിഫ്റ്റായത്. ആ ഷിഫ്റ്റായ സമയത്ത് അവിടെ ഒരു 2 മിനിറ്റ് ഗ്യാപ്പ് കിട്ടി. നമ്മൾ കുഴപ്പമില്ല എന്ന് ഇവിടെ നിൽക്കാം, സർവൈവ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വരുമ്പോഴേക്കും വീണ്ടും പുക മുകളിലോട്ട് അടിച്ചു കയറാനുണ്ടായത്. ആ സമയത്ത് അതേ കേബിളിൽ തന്നെ പിടിച്ചിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണുണ്ടായത്. അപ്പോൾ ഇറങ്ങുന്ന വഴിയിൽ ഞാൻ 3rd ഫ്ലോറിലാണ്. അപ്പോൾ 3rd ഫ്ലോറിൽ നിന്ന് 2nd ഫ്ലോറിൽ ബാൽക്കണിയിലോട്ട് ആദ്യം ഷിഫ്റ്റ് ആവാം, അവിടെ നിന്ന് വീണ്ടും താഴോട്ട് വരാമെന്നുള്ള കണ്ടീഷനിലായിരുന്നു. പക്ഷേ ആ വീഴുന്നിടയിൽ എൻ്റെ കയ്യിൽ നിന്ന് കേബിൾ മിസ്സായി. ഞാൻ താഴോട്ട് വീഴാണ് ഉണ്ടായത്. വയറുണ്ടായിരുന്നു വണ്ടി, കേബിളിൽ പിടിച്ചിറങ്ങിയത്. അപ്പോൾ കിച്ചൻ്റെ വെന്റിലേഷൻ പോകുന്നുണ്ട്. അപ്പോൾ ആ വെന്റിലേഷൻ നല്ലപോലെ പഴുത്തിരിക്കുക. വെന്റിലേഷനിൽ കേബിളിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചൻ്റെ വെന്റിലേഷനിൽ. ആ കേബിളിൽ പിടിച്ചാണ് ഇറങ്ങിയത്. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 4 പേരുടെ കൂടി സംസ്കാരം നടന്നു. 100 കണക്കിന് ആളുകളാണ് ആദരാഞ്ജലി അർപ്പിച്ചത്. തിരുവല്ല മേപ്രാൾ സ്വദേശി തോമസ് യുമ്മൻ, ഇത്തിത്താൻ സ്വദേശി ശ്രീഹരി, പായിപ്പാട് സ്വദേശി ഷിബു എന്നിവരുടെ സംസ്കാരം നാളെ നടക്കും. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 4 പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിച്ചത്. എങ്ങും ഹൃദയഭേദകമായിരുന്നു കാഴ്ചകൾ. ഇടപ്പോൺ ജോസ്കോ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന പന്തളം സ്വദേശി ആകാശ് ശശിധരന്റെ മൃതദേഹം രാവിലെ 11 മണിയോടെയാണ് വീട്ടിലെത്തിച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കൃഷിമന്ത്രി P പ്രസാദ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ മുടിയൂർക്കോണത്തെ വീട്ടുവളപ്പിലായിരുന്നു ആകാശ് ശശിധരന്റെ സംസ്കാര ചടങ്ങുകൾ. കണ്ണൂർ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം പയ്യാമ്പലം ബീച്ചിൽ സംസ്കരിച്ചു. മക്കളായ അശ്വിനും ആദിഷയും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. നരിക്കൽ മാർത്തോമ ചർച്ചിലായിരുന്നു കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ സംസ്കാരം. കൊല്ലം വെള്ളച്ചിൽക്കാല സ്വദേശി ലൂക്കോസിന്റെ സംസ്കാരം
പെന്തക്കോസ്ത സഭയുടെ ഫെയ്ത്ത് ഹോം സെമിത്തേരിയിൽ നടന്നു. തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് യൂമൻ, ഇത്തിക്കാനം സ്വദേശി ശ്രീഹരി, പായിപ്പാട് സ്വദേശി ഷിബു എന്നിവരുടെ സംസ്കാരം നാളെ നടക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊട്ടാരക്കര. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതിൽ വിദേശകാര്യ വകുപ്പ് തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല. മുതലപ്പുഴി വിഷയത്തിൽ ഫയൽ തന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. DPR പരിശോധിച്ച ശേഷം പിന്നീട് സ്ഥലം സന്ദർശിക്കുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയതിന് പിന്നാലെയായിരുന്നു പ്രതികരണം. അതിനെപ്പറ്റി അത് ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ. എൻ്റെ വകുപ്പല്ല വിദേശകാര്യ വകുപ്പ്. വിദേശകാര്യ വകുപ്പ് അതിനെപ്പറ്റി വിശദീകരണം നൽകി കഴിഞ്ഞു. അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. അത് തന്നെയല്ല, മുഖ്യമന്ത്രി ആ വിഷയത്തെപ്പറ്റി ഇപ്പോൾ കൂടുതലായിട്ട് ചർച്ച വേണ്ട എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. ഇനി അവിടെയുള്ള അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഫിഷർമാനാണ്. അവർ പറയുന്നതാണല്ലോ വിദഗ്ധ അഭിപ്രായം. അപ്പോൾ അത് അവരെ കേട്ടതിന് ശേഷം പിന്നെ സാങ്കേതികമായിട്ടുള്ള വൈദഗ്ധ്യം അതും കൂടെ നോക്കും. മാത്രമല്ല കേരള സർക്കാർ അതിന് വേണ്ടിയുള്ള DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ തീരുമാനമെടുക്കും. കുവൈറ്റ് ദുരന്തത്തിൽ സുഹൃത്തുക്കളുടെ അപ്രതീക്ഷിത വിയോഗം ഓർക്കുമ്പോൾ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി അലന്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അടുത്തിടെ ഇവർ ഒരുമിച്ചാണ് ജോലിക്കെത്തിയത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അലന്റെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ കേൾക്കാം. ഞങ്ങളൊരു 4 പേരാണ് ബാച്ച് വന്നത്. ഞാൻ, ശ്രീരാഗ്, ശ്രീജേഷ്, പിന്നെ ബിനോയ്. അതിൽ 3 പേരും ഇപ്പോൾ മരിച്ചു. ഇല്ല, ഇതിലിപ്പോൾ ഞാൻ മാത്രം, എൻ്റെ ബാച്ചിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അവരെ ഞാൻ ഇറങ്ങിയപ്പോൾ അവരെ നോക്കിയായിരുന്നു. അവർ മേളിൽ 6th ഫ്ലോറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. മേളിലത്തെ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് അവർ വീശി കാണിക്കുന്നുണ്ടായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആ 6ാമത്തെ ഫ്ലോറിൽ ഭയങ്കര പുകയായിരുന്നു. തങ്ങൾ അപകടത്തിലാണെന്ന് 6ാം നിലയിലെ ഫ്ലാറ്റിൽ ആദ്യം മനസ്സിലാക്കുന്നത് അലൻ ആണ്. ആദ്യം ഞാൻ എണീറ്റത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചു, തീ പിടിച്ചെന്ന് തോന്നുന്നു, വേറെ എവിടെയോ തീ പിടിച്ച് നമുക്ക് സ്മോക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എണീറ്റ്. പിന്നെയാണ് നമ്മൾ ജനൽ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടിയാണ് കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ അവരോട് പറഞ്ഞ് നമ്മൾ നേരെ മെയിൻ ഡോർ വഴി പുറത്തോട്ടിറങ്ങാൻ ശ്രമിച്ചപ്പോൾ മെയിൻ റോഡിൻ്റെ ഉള്ളിൽ തുറന്ന ഉടനെ പുക ഇങ്ങോട്ട് തള്ളി. അത്രയ്ക്ക് സ്മോക്കായിരുന്നു അവിടെ. സ്വയം പോലും കാണാൻ പറ്റാത്ത അത്രയും സ്മോക്ക്. അങ്ങനെ ആ സ്മോക്കിൽ നിന്ന് തിരിച്ച് ഉള്ളിൽ വന്ന് ജനൽ തുറന്ന് നോക്കിയപ്പോൾ ഒന്നെങ്കിൽ ചാടുക അല്ലെങ്കിൽ വേറെ ഓപ്ഷനില്ല. ചാടാന്നുള്ള ഓപ്ഷനിലാണ്. പിന്നെ ഞാൻ ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ഇപ്പോൾ ജനലിൽ ഒരു അത്യാവശ്യം 2-3 പേർക്ക് തലയിടാനുള്ള ഗ്യാപ്പുള്ള ജനലിൽ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാലും ബാക്കിയുള്ളവർക്ക്, ഉള്ളിലുള്ളവർക്ക് തല പുറത്തോട്ടിടാൻ പറ്റില്ല. അപ്പോൾ ഗ്യാപ്പില്ല. അപ്പോൾ ഞാൻ പിന്നെ ബേക്കിൽ നിന്ന് അറിഞ്ഞുകൊണ്ടല്ല ഇവർ ഈ തള്ളൽ തുടങ്ങി. ഈ വെപ്രാളം കാരണം ബേക്കിൽ നിന്നൊരു പുഷ് വരും. കേബിൾ കണക്ഷൻ്റെ വയറാണ് അലന് രക്ഷയായത്. അവിടെ ഒരു വയറുണ്ട്, വള്ളി ഉണ്ടായിരുന്നു. അതിലൊന്ന് വലിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം ബലമുണ്ട്. പിന്നെ ആ സമയത്തൊക്കെ പുക നമ്മൾ എടുക്കുന്നുണ്ട്, ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പുക ശ്വസിക്കുന്നതിലും ഭേദം ആ വയറ് വഴി ഇറങ്ങും. കൈ പൊള്ളുന്നറിയാം, കാരണം വെന്റിലേഷൻ പഴുത്തിരിക്കുകയാണ്. കൈ പൊള്ളുന്നറിയാം. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. അതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ ഞാൻ ഇറങ്ങിക്കൊണ്ട് വേറൊരാളും കൂടെ ഇറങ്ങി, അവനും രക്ഷപ്പെട്ടു. അപകടം നടന്ന് 30 മിനിറ്റിനുള്ളിൽ തന്നെ അലന് ബന്ധുക്കളെ താൻ സുരക്ഷിതനാണെന്ന് അറിയിക്കാൻ കഴിഞ്ഞു. ഞാൻ എണീറ്റപ്പോൾ നോർമലി ഫോണിൻ്റെ സമയം നോക്കിയിട്ടാണ് പെട്ടെന്ന് തീ പറഞ്ഞപ്പോൾ ഫോൺ എടുത്തിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ ഫോൺ നേരെ പോക്കലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി ഞാൻ ആരെയും വിളിച്ചില്ല. കുറച്ച് സമയത്തിനുള്ളിൽ ഇത് അറിഞ്ഞിട്ട് ഇവിടെ അമ്മയുടെ അനിയത്തിയും ആൻറ്റിമാരൊക്കെ ഉണ്ട്, അവരൊക്കെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്ത് പറഞ്ഞ് ഞാൻ ഓക്കെയാണ്. ഏകദേശം ഒരു 20-30 മിനിറ്റിനുള്ളിൽ ഞാൻ ഓക്കെയാന്ന് പറഞ്ഞു. ഫോൺ വിളിച്ച് കിട്ടി അവർക്ക് തന്നെ. രക്ഷപ്പെട്ടതിന് ശേഷം ഒരു 10-30 മിനിറ്റിനുള്ളിൽ അവർ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ പറ്റി. ഫോൺ എടുത്ത് ഞാൻ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. വിഷമാവസ്ഥയിൽ നിന്നും സ്വാഭാവിക ജീവിതത്തിലേക്ക് നടന്നു കയറാൻ അലന് ഇനിയും നാളുകളേറെ വേണ്ടിവരും. ജലീൽ തൃപ്രയാർ, 24 കുവൈറ്റ്. കുവൈറ്റിൽ തൊഴിലാളികളുടെ താമസ വിവരങ്ങൾ പുതുക്കാത്ത സ്വകാര്യ കമ്പനികളുടെ സർക്കാർ കരാറുമായി ബന്ധപ്പെട്ട ഫയലുകൾ മരവിപ്പിക്കുമെന്ന് മാനവശേഷി അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലെ മംഗഫിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 49 പേർ മരിക്കാനിടയായ സംഭവത്തിന് പിന്നാലെയാണ് ഉത്തരവ്. 1ാം ഉപപ്രധാനമന്ത്രിയും
പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫും മാൻ പവർ അതോറിറ്റിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും സ്വകാര്യ കമ്പനികളുടെ താമസ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പ്രസ്താവനയിലാണ് അതോറിറ്റി ഇക്കാര്യം അറിയിച്ചത്. ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളിലൊന്നായ അറഫ സംഗമം പൂർത്തിയായി. അടുത്ത കർമ്മങ്ങൾക്കായി തീർത്ഥാടകർ മുസ്ദലിഫയിലേക്ക് നീങ്ങി. മിനായിലെ ജംറകളിൽ നാളെ കല്ലേറ് കർമ്മം ആരംഭിക്കും. ഇന്നത്തെ പകൽ മുഴുവൻ ഹജ്ജ് തീർത്ഥാടകർ അറഫയിൽ സംഗമിച്ചു. ഒരേ വേഷവും മന്ത്രധ്വനികളുമായി ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നെത്തിയ 20 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർ ആരാധനകളിൽ മുഴുകി. മാനവിക ഐക്യത്തിനും സമാധാനത്തിനും പാപമോചനത്തിനുമായി അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിച്ചു. കനത്ത ചൂടിനെ വകവെക്കാതെ ഹാജിമാരിൽ പലരും ചരിത്രപ്രസിദ്ധമായ ജബലുർ റഹ്മ മല കയറി. നമിറ പള്ളിയിൽ നടന്ന നമസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് മാഹിർ അൽ മുഅക്കലി നേതൃത്വം നൽകി. അറഫ സംഗമത്തിൽ പങ്കെടുത്തവർ നവജാത ശിശുവിനെ പോലെ പാപമുക്തരാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പ്രതിജ്ഞയുമായാണ് തീർത്ഥാടകർ മടങ്ങിയത്. സൂര്യൻ അസ്തമിച്ചതോടെ തീർത്ഥാടകർ അടുത്ത കർമ്മത്തിനായി മുസ്ദലിഫയിലേക്ക് പുറപ്പെട്ടു. മുസ്ദലിഫയിൽ ടെന്റ് സൗകര്യമില്ല. തുറന്ന മൈതാനത്താണ് ഇന്ന് രാത്രി ഹാജിമാർ കഴിയുന്നത്. മീനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ മുസ്ദലിഫയിൽ നിന്നാണ് ശേഖരിക്കുന്നത്. ഇനിയുള്ള 4 ദിവസം എറിയാനായി 70 കല്ലുകൾ വരെ ശേഖരിക്കും. നാളെ രാവിലെ മീനായിൽ തിരിച്ചെത്തുന്ന ഹാജിമാർ ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിക്കും. 3 ജംറകളിൽ പ്രധാനപ്പെട്ട ജംറത്തുൽ അഖബയിലാണ് നാളെ കല്ലെറിയുക. ബലിപെരുന്നാൾ ദിവസമായ നാളെയാണ് ഹജ്ജ് തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ളത്. കല്ലേർ കർമ്മത്തിന് പുറമെ മുടിയെടുക്കുക, ബലി നൽകുക, വിശുദ്ധ കാബയെ പ്രദക്ഷിണം ചെയ്യുക തുടങ്ങിയവ നാളെ നിർവഹിക്കും. ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രങ്ങൾ മാറ്റി ഹാജിമാർ സാധാരണ വസ്ത്രത്തിലേക്ക് മാറുകയും ചെയ്യും. ജലീൽ കണമകലം, 24 ജിദ്ദ. ഈ വർഷം ഹജ്ജ് നിർവഹിക്കുന്നത് 18 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ്. 16 ലക്ഷത്തോളം തീർത്ഥാടകരാണ് വിദേശത്തു നിന്നും എത്തിയത്. തീർത്ഥാടകരിൽ 22% അറബിതര ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ന് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത് 18,33,164 തീർത്ഥാടകരാണ്. ഇതിൽ 16,11,310 തീർത്ഥാടകർ വിദേശത്ത് നിന്നെത്തിയവരാണ്. സൗദിക്കകത്ത് നിന്നും 2,21,854 തീർത്ഥാടകരും ഹജ്ജ് നിർവഹിക്കുന്നു. ആകെ തീർത്ഥാടകരിൽ 9,58,137 പേർ പുരുഷന്മാരും 8,75,027 പേർ സ്ത്രീകളുമാണ്. വിദേശ തീർത്ഥാടകരിൽ 15,46,345 പേരും സൗദിയിലെത്തിയത് വിമാനമാർഗമാണ്. 60,251 പേർ റോഡ് മാർഗവും 4,714 പേർ കപ്പൽ മാർഗവും സൗദിയിലെത്തി. തീർത്ഥാടകരിൽ 63.3% അറബിതര ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അറബ് രാജ്യങ്ങളിൽ നിന്നാണ് 22.3% തീർത്ഥാടകർ. മക്ക റൂട്ട് ഇനീഷ്യേറ്റീവ് വഴി ഇത്തവണ 3,22,901 തീർത്ഥാടകരാണ് ഹജ്ജിനെത്തിയത്. തീർത്ഥാടകരുടെ സൗദിയിൽ നടക്കേണ്ട ഇമിഗ്രേഷൻ നടപടികൾ പുറപ്പെടുന്ന രാജ്യത്ത് വെച്ച് തന്നെ പൂർത്തിയാക്കുന്ന പദ്ധതിയാണ് മക്ക റൂട്ട് ഇനീഷ്യേറ്റീവ്. അനധികൃത തീർത്ഥാടകരെ തടയാൻ മുൻ വർഷങ്ങളെക്കാൾ ശക്തമായ പരിശോധനയാണ് ഇത്തവണ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ വർഷം അനധികൃത തീർത്ഥാടകർ വലിയ തോതിൽ കുറയാൻ കാരണം. മക്കയിൽ നിന്നും ജലീൽ കണമകലം, 24. ഹജ്ജിനോടനുബന്ധിച്ച് മിനായിൽ ആരോഗ്യ സേവന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി അബീർ ഗ്രൂപ്പ്. സൗദിയിലെ പ്രമുഖ ആശുപത്രികൾക്കാണ് ഇത്തവണ മിനാ സേവനത്തിനുള്ള അനുമതി ലഭിച്ചത്. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെ സേവനമുണ്ടാകുമെന്ന് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ പറഞ്ഞു. മിനായിൽ ഇതാദ്യമായാണ് സ്വകാര്യ മേഖലയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് വിപുലമായി പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിക്കുന്നത്. സൗദിയിലെ പ്രമുഖ ആശുപത്രികൾക്കൊപ്പം ഇത്തവണ ഹജ്ജ് വേളയിൽ മിനായിൽ സജീവ സാന്നിധ്യമാണ് അബീർ മെഡിക്കൽ ഗ്രൂപ്പ്. 2 ക്ലിനിക്കുകളും 4 ഫാർമസികളുമാണ് പ്രവർത്തിക്കുന്നത്. തീർത്ഥാടകരുടെ തമ്പുകളോട് ചേർന്നാണ് ഇവ സജ്ജീകരിച്ചിരിക്കുന്നത്. ചികിത്സ തേടിയും മരുന്ന് വാങ്ങാനും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ എത്തുന്നു. മിനായിൽ സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ പറഞ്ഞു. ആദ്യമായിട്ടാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്തും സൗദി ഗവൺമെന്റും ഒരു ആരോഗ്യ മേഖലയിൽ ഒരു പ്രൈവറ്റ് പ്രാതിനിധ്യം ഈ വർഷം സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി ഒരു ഫോറിൻ ഇൻവെസ്റ്ററായിട്ട് നമുക്കിതിൽ ഭാഗമാവാൻ കഴിഞ്ഞു. ഈ വർഷം അബീറിന്റെ പ്രാതിനിധ്യത്തിൽ 2 മെഡിക്കൽ സെന്ററും 4 ഫാർമസികളുമാണ് മിനയിൽ വർക്ക് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കനത്ത ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മൂലമാണ് പല തീർത്ഥാടകരും ക്ലിനിക്കുകളിൽ എത്തുന്നത്. ഹീറ്റ് സ്ട്രോക്ക് സംഭവിച്ചത്, ഹീറ്റ് എക്സോഷൻ സംഭവിച്ചിട്ട് ടയേർഡായിട്ട് ആണ് മെയിനായിട്ട് പേഷ്യൻസ് വരുന്നത്. അതേമാതിരി ബാക്കിയുള്ള മെഡിക്കൽ എമർജൻസീസ്, ബ്രെത്ത്ലെസ്നെസ്, ഹൃദയ സംബന്ധമായ പ്രശ്നം, അതിനുള്ള മെഡിക്കൽ എമർജൻസീസ്, പെട്ടെന്ന് സംഭവിക്കുന്ന പക്ഷാഘാതം, ഹൃദയാഘാതം തുടങ്ങിയവയ്ക്കുള്ള
പെട്ടെന്നുള്ള ചികിത്സകൾ എന്നിവയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. പ്രൈമറി പേഷ്യൻറ്റിനെ സ്റ്റേബിളാക്കിയ ശേഷം നമ്മൾ തിരിച്ച് ഇവിടുത്തെ മേജർ ഹോസ്പിറ്റലായിട്ടുള്ള സൗദി ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ഹജ്ജാജികൾ ഇവിടുന്ന് പോകുന്നവരെ, മീന വിട്ട് പോകുന്നവരെ നമ്മൾ ഇവിടെ നമ്മുടെ ഫുൾ ടീം ഇവിടെ ഉണ്ടായിരിക്കും. 24/7 ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെ അബീർ ഗ്രൂപ്പിന്റെ സേവനം മീനായിൽ തുടരുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. മീനായിൽ നിന്നും ജലീൽ കണമകലം, 24. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് വിപുലമായ തയ്യാറെടുപ്പുമായി ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ബസ്, ദുബായ് മെട്രോ, ട്രാം തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങൾ അധിക സമയം സർവീസ് നടത്തും. പെരുന്നാളിനോടനുബന്ധിച്ച് UAE-യിൽ സൗജന്യ പാർക്കിംഗും അനുവദിച്ചിട്ടുണ്ട്. ദുബായ് മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകൾ നാളെ രാവിലെ 8 മണി മുതൽ പുലർച്ചെ 1 മണി വരെയും തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 5 മുതൽ പുലർച്ചെ 1 മണി വരെയും സർവീസ് നടത്തും. ദുബായ് ട്രാം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6 മുതൽ പുലർച്ചെ 1 മണി വരെ പ്രവർത്തിക്കും. ഞായറാഴ്ച രാവിലെ 9 മുതൽ പുലർച്ചെ 1 മണി വരെയാണ് സർവീസ് നടത്തുക. ഇന്റർസിറ്റി ബസ്സുകളും സമയക്രമം നീട്ടിയിട്ടുണ്ട്. അതിനിടെ അവധി ദിവസങ്ങളിൽ അബുദാബിയിലും ദുബായിലും ഷാർജയിലും സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ 18 വരെ അബുദാബിയിലും ദുബായിലും ബഹുനില പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഒഴികെ പാർക്കിംഗ് സൗജന്യമാണെന്ന് അബുദാബി സമഗ്ര ഗതാഗത കേന്ദ്രവും ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും അറിയിച്ചു. അതേസമയം ഷാർജയിൽ നീല നിറത്തിലുള്ള അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങൾക്കും 7 ദിവസത്തെ പണമടച്ചുള്ള പാർക്കിംഗ് സോണുകൾക്കും വെള്ളിയാഴ്ചയും അവധി ദിനങ്ങളും ഉൾപ്പെടെ ഈ ഇളവ് ബാധകമല്ല. മറ്റിടങ്ങളിൽ പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. 24 ദുബായ്. കുവൈറ്റിൽ ബലിപെരുന്നാൾ നമസ്കാരത്തിന് 54 ഈദ്ഗാഹുകൾ ക്രമീകരിച്ചതായി ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു. 6 സ്പോർട്സ് മൈതാനങ്ങളും ഗവർണറേറ്റുകളിലെ ഒഴിഞ്ഞ ഇടങ്ങളുമാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. രാജ്യത്തെ ജുമുഅ നടക്കുന്ന എല്ലാ പള്ളികളും രാവിലെ തുറക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പള്ളികളിൽ മലയാളം ഖുതുബയോട് കൂടിയുള്ള ഈദ് നമസ്കാരത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് വിവിധ സംഘടനാ നേതാക്കൾ അറിയിച്ചു. കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ UAE-യിൽ തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്നു. ഉച്ചയ്ക്ക് 12:30-നും 3-നും ഇടയിലാണ് തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കുക. സെപ്റ്റംബർ 15 വരെ 3 മാസത്തേക്കാണ് നിയമം. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3 വരെയാണ് തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കുക. കനത്ത ചൂടിൽ നിന്ന് പുറംതൊഴിലെടുക്കുന്ന ജീവനക്കാർക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യത്ത് ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചത്. തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നിർബന്ധമായും വിശ്രമം നൽകണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഉച്ചവിശ്രമ സമയത്ത് തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് സ്ഥാപനങ്ങളാണ്. വിശ്രമ സമയങ്ങളിൽ തൊഴിലാളികൾക്ക് തണൽ ലഭിക്കുന്നതിനുള്ള സംവിധാനം ജോലിസ്ഥലത്തുണ്ടായിരിക്കണം. നിയമം ലംഘിക്കുന്നവർക്ക് 5000 മുതൽ 50,000 ദിർഹം വരെ പിഴ ചുമത്തുമെന്നും അതോടൊപ്പം കമ്പനിയെ തരം താഴ്ത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ കമ്പനികൾ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ നാളെ മുതൽ പരിശോധന ശക്തമാക്കുമെന്ന് UAE മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 24 ദുബായ്. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വർഷങ്ങളായി നേരിടുന്ന വിവിധ വിഷയങ്ങൾ എംബസിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇന്ത്യൻ എംബസിയിലെ വിദ്യാഭ്യാസ ചുമതലയുള്ള സെക്കൻഡ് സെക്രട്ടറി മുഹമ്മദ് ഷബീറുമായാണ് റിയാദ് എംബസിയിലെത്തി ദമാമിലെ ഒരു കൂട്ടം രക്ഷിതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്. ദമാം ഇന്ത്യൻ സ്കൂളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരിടുന്ന വിവിധ വിഷയങ്ങൾ ഇവർ എംബസിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. രക്ഷിതാക്കളായ നജീം ബഷീർ, താജു അയ്യാറിൽ, അസ്ലം ഫറൂഖ്, ആസിഫ് താനൂർ, തോമസ് തൈപ്പറമ്പിൽ എന്നിവരാണ് ചർച്ച നടത്തിയത്. ക്ലാസ് മുറിയിലെ എയർ കണ്ടീഷൻ വിഷയവും ഇവർ സെക്കൻഡ് സെക്രട്ടറി അറിയിച്ചു. സ്കൂൾ അധികൃതരും മാനേജ്മെന്റ് കമ്മിറ്റിയും ഹയർ ബോർഡ് മുഖേന അപേക്ഷ നൽകിയാൽ സ്കൂൾ റിസർവ് ഫണ്ടിൽ നിന്നും എത്രയും വേഗം തന്നെ അതിലേക്കുള്ള അനുമതി ലഭ്യമാക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തുമെന്ന് അദ്ദേഹം ഇവർക്ക് ഉറപ്പ് നൽകി. ദമാമിലെ ഒരു പറ്റം രക്ഷിതാക്കൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിരുന്നു. ഇന്ത്യൻ എംബസിയിൽ സെക്കൻഡ് സെക്രട്ടറിയുമായി നമ്മൾ കൂടിക്കാഴ്ച നടത്തുകയും ഇന്റർനാഷണൽ സ്കൂളിൽ ഇപ്പം അനുഭവിക്കുന്ന AC-യുടെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഹയർ ബോർഡും ഇന്ത്യൻ എംബസിയും ചേർന്ന് റിസർവ് ഫണ്ടിൽ നിന്ന് ഈ ഫണ്ട് അനുവദിക്കുകയും നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ നല്ല രീതിയിൽ AC-യുടെ ഇഷ്യൂ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ ഈ മെയിൻ്റനൻസ് ഒരു ശാശ്വത പരിഹാരമല്ല, കാലാകാലങ്ങളിൽ നമ്മൾ മെയിൻ്റനൻസ് ചെയ്ത് അതൊരു ശാശ്വത പരിഹാരമല്ല എന്നതാണ് ഇത് ഇപ്പമുള്ള റിസൾട്ട് എത്തിച്ചേർന്നത്. AC-യുടെ വിഷയത്തിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മളോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഈ വിഷയത്തിന്റെ തുടർച്ചയെന്നോണം വരും ദിവസം സ്കൂൾ എംബസിയുമായും ചെയർമാനുമായും ചർച്ച നടത്തുമെന്നും രക്ഷകർത്താക്കളുടെ പ്രതിനിധികൾ അറിയിച്ചു. സ്കൂൾ ട്രാൻസ്പോർട്ടേഷൻ വിഷയത്തിൽ സ്കൂളിന്റെ സ്വന്തമായ ഒരു ഗതാഗത സംവിധാനം എന്ന രക്ഷിതാക്കളുടെ ആശയത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും സെപ്റ്റംബറിൽ നിലവിൽ വരുന്ന പുതിയ MCയോട് ഈ ആശയത്തിലൂന്നി നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശം നൽകുമെന്നും സെക്കൻഡ് സെക്രട്ടറി മുഹമ്മദ് ഷബീർ അറിയിച്ചു.
ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് നമ്മുടെ സ്കൂൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. അതിന് പകരം സ്കൂൾ നേതൃത്വത്തിൽ ഒരു ഗതാഗത സംവിധാനം കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ വളരെ അനുഭാവപൂർവമായ ഒരു സമീപനമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞു, പുതിയ വരുന്ന ഭരണസമിതിക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് പുതിയ സ്കൂൾ സംവിധാനത്തിൽ തന്നെ ഒരു ഗതാഗത സംവിധാനം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കാം എന്നുള്ള ഉറപ്പും ഞങ്ങൾക്ക് അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. കൂടിക്കാഴ്ച ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും വിഷയങ്ങളെല്ലാം പരിഹരിച്ച് വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. നമ്മുടെ രക്ഷിതാക്കളുടെ ഈ കൂടിക്കാഴ്ച വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. സുബൈർ ഉദ്രൂർ, 24 ദമാം. സൗദി അറേബ്യയിലെ അസീറിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന KMCC പ്രീമിയർ സോക്കർ 2024 ഞായറാഴ്ച നടക്കും. വൈകിട്ട് 7 മണിക്ക് ഖമീസ് മുഷൈത്തിലെ നാദി അൽ ദമക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL സന്തോഷ് ട്രോഫി താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ വിവിധ ടീമുകൾക്കായി ബൂട്ടണിയും. മത്സരം കാണാൻ സ്ത്രീകളടക്കമുള്ള ഫുട്ബോൾ പ്രേമികൾക്കായി വിപുലമായ സംവിധാനമാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ബഷീർ മൂന്നിയൂർ, മുഹമ്മദ് കുട്ടി മാതാപ്പുഴ, മൊയ്തീൻ കട്ടുപ്പാറ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക കേരള സഭാ സമ്മേളനത്തിന് നിയമപരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷവുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സ്പീക്കറുടെ സമാപന പ്രസംഗത്തോടെ 1.5 ദിവസം നീണ്ടുനിന്ന 4ാം ലോക കേരള സഭയുടെ സമ്മേളനം സമാപിച്ചു. ചർച്ചയിൽ പ്രതിനിധികൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. ലോക കേരള സഭാ സമ്മേളനം കൃത്യമായി ചേരുന്നതിന് നിയമം കൊണ്ടുവരണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം ഗൗരവമായി ആലോചിക്കുമെന്നും പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. പ്രവാസികളെ പിഴിയുന്ന വിമാന ടിക്കറ്റ് വർധന ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. 10 ഇരട്ടി വരെ നിരക്ക് വർദ്ധിപ്പിക്കുകയാണ്. വിവിധ സീസൺ അത് വരുമ്പോൾ പ്രവാസികളെ പിഴിയുന്ന വിമാന ടിക്കറ്റ് നിരക്ക് വർധന അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ശരാശരി 14,000 രൂപ നിരക്കുള്ള വിമാന ടിക്കറ്റുകൾക്ക് 14,000 രൂപ അതിന് കൊടുക്കേണ്ടി വരുന്നത് 1,40,000 രൂപ വരെ ഈടാക്കുന്ന നില. അപ്പോൾ യഥാർത്ഥത്തിലൊരു കൊള്ളയുടെ രീതി വരികയാണ്. ഇത് സാധാരണ നിലയിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണ് തീരുമാനം എടുക്കേണ്ടത്. ആവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കാം. പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ലോക കേരള സഭയിൽ പ്രമേയം പാസാക്കി. ഗസയിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്ന പ്രമേയം ആവശ്യപ്പെട്ടു. പലസ്തീൻ എംബസി കൈമാറിയ കഫിയ പ്രമേയ അവതാരകൻ മുഖ്യമന്ത്രിക്ക് നൽകി. പലസ്തീൻ പതാക സ്പീക്കർ AN ഷംസീർ ഏറ്റുവാങ്ങി. 7 മേഖലായോഗങ്ങളുടെ റിപ്പോർട്ടിംഗ് നടന്നു. 8 വിഷയാടിസ്ഥാനത്തിലുള്ള സമിതികളുടെ റിപ്പോർട്ടും ഇന്ന് ചർച്ചയായി. സ്പീക്കറുടെ സമാപന പ്രസംഗത്തോടെ 1.5 ദിവസം നീണ്ടുനിന്ന 4ാം ലോക കേരള സഭാ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ പരിശോധിച്ച സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ 15-അംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. 24 തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ യൂത്ത് ലീഗ് നേതാവ് മുഹമ്മദ് കാസിം കുറ്റക്കാരനല്ലെന്ന പോലീസ് റിപ്പോർട്ട് ആയുധമാക്കുകയാണ് UDF. പ്രതികൾ ആരാണെന്ന് പോലീസിനും CPIM-നും അറിയാമെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച KK ലതിക ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് DCC പ്രസിഡന്റ് രംഗത്ത് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാണ് MSF കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കാസിമിന്റെ പേരിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. പോലീസ് അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതോടെ കോടതി റിപ്പോർട്ട് തേടി. തുടർന്ന് പ്രഥമദൃഷ്ട്യാ കാസിം കുറ്റക്കാരനല്ലെന്ന റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. ഇത് മുൻനിർത്തി വിഷയം വീണ്ടും സജീവമാക്കുകയാണ് UDF. പ്രതികൾ ആരാണെന്ന് പോലീസിനും CPIM-നും അറിയാമെന്ന് ഷാഫി പറമ്പിൽ. പോലീസിന്റെ ഉത്തരവാദിത്തം ഇതോടുകൂടി തീരുന്നില്ല. പോലീസ് ഇപ്പോഴും കള്ളക്കളി തുടരുക. ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസർക്കെതിരെ ഞങ്ങൾ കേസെടുക്കുന്നു എന്നുള്ളത് ആ ആവേശം എന്താ? ഇത് കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ? ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ? ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കെതിരെ കേസെടുക്കാത്ത എന്താ? പോലീസ് ഇനിയും നിഷ്ക്രിയമായാൽ മറ്റ് ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും പ്രതികരിച്ചു. സംഭവം നടന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും പ്രതികൾ സൈബർ ലോകത്തെ പിന്നാമ്പുറങ്ങളിൽ വിലസുകയാണ്. 24 കോഴിക്കോട്. CPIM-ന് അതിരൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CPIM-ന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണം BJPക്ക് ഗുണം ചെയ്തു. സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ നീക്കം നടത്തിയെന്നും മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ സാദിഖ് അലി തങ്ങൾ വിമർശിച്ചു.
മുസ്ലിം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ CPIM-ന് ആത്മാർത്ഥതയില്ലെന്ന് കുറ്റപ്പെടുത്തുന്നതാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ അഭിമുഖം. സദാം ഹുസൈന്റെയും പലസ്തീന്റെയും പേര് പറഞ്ഞ് CPIM മുസ്ലിം വോട്ടുകൾ തട്ടാൻ ശ്രമിച്ചു. എന്നാൽ ഏക സിവിൽ കോഡും മുത്തലാഖ് നിരോധനവും ലവ് ജിഹാദും ആദ്യം കേട്ടത് CPIM-ൽ നിന്നാണെന്ന് തങ്ങൾ ആരോപിക്കുന്നു. കേരളത്തിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിച്ചെന്നും വിമർശനം. രാഷ്ട്രീയം പറയാനില്ലെങ്കിൽ പല കുതന്ത്രങ്ങളും CPIM പുറത്തെടുക്കാറുണ്ട്. കോഴിക്കോട്ടെ കരീംക പ്രയോഗവും വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടും ഉദാഹരണങ്ങളായി തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. CPIM വിതയ്ക്കുന്നത് BJP-യാണ് കൊയ്യുന്നതെന്നും സാദിഖലി തങ്ങൾ കുറ്റപ്പെടുത്തി. സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ CPIM നീക്കം നടത്തി. ലീഗ് സമസ്ത ബന്ധം CPIM പഠിക്കണമെന്നും സാദിഖലി തങ്ങൾ പറയുന്നു. CAA പലസ്തീൻ വിഷയങ്ങളിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലീഗിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു CPIM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. എന്നാൽ ഇത് വിലപ്പോയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ലീഗിന്റെ വിലയിരുത്തൽ. ഇതിനു പിന്നാലെയാണ് CPIM-നെ ലീഗ് അധ്യക്ഷൻ കടന്നാക്രമിച്ചത്. 24 കോഴിക്കോട്. കെ കരുണാകരനും ഒ രാജഗോപാലിനും ശേഷം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തിനായി ഒന്നും ചെയ്തില്ലെന്ന് സുരേഷ് ഗോപി. പ്രസ്താവനയിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിച്ചു. മൺമറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ സുരേഷ് ഗോപി പുകഴ്ത്തിയതിൽ രാഷ്ട്രീയം കാണേണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിലെത്തി കെ കരുണാകരന്റെയും ഭാര്യയുടെയും സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മടങ്ങവെയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രിമാരുടെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞത്. ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. കെ കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവാണെന്നും ഇന്ദിരാഗാന്ധി ആധുനിക ഇന്ത്യയുടെ മാതാവാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഗാമികളൊക്കെ ഇതിന്റെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരോടൊന്നും അപമര്യാദയല്ല. സുരേഷ് ഗോപിക്ക് മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി. എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന്. കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കൂ. അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയും. നിങ്ങൾ പറയുന്നത് തന്നെയാണോ അദ്ദേഹം പറഞ്ഞത്, അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ചുള്ള സുരേഷ് ഗോപിയുടെ പരാമർശത്തോട് വി മുരളീധരൻ പ്രതികരിച്ചില്ല. പ്രസ്താവനയിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത്. 24 തൃശൂർ. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.